പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ല തന്നെയാണ്. വീണ്ടും ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വന്ന് കിടങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മൾ ഈ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞാൻ ഈ കുരിശുമൂട് പാലം എന്ന് പറഞ്ഞാൽ പാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴി പോയിട്ടുള്ള മനോഹരമായ കുറേ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടുവരാമേ. ഇതാണ് ഈ കിടങ്ങറയിൽ നിന്ന് വടക്കേ വെളിയനാട് പോകുന്ന വഴിക്കുള്ള കുരിശുമൂട് പാലം. അപ്പം ഈ പാലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാം. ഇവിടെ എപ്പോൾ വേണേലും മഴ പെയ്യാം കേട്ടോ. ഈ നിൽക്കുന്ന കാലാവസ്ഥ ഒന്നും നോക്കണ്ട, ഭയങ്കര മൂടൽ കാലാവസ്ഥയാണ്. എങ്കിലും മഴ പെയ്യും പെട്ടെന്ന് തന്നെ. ഈ സൈഡിലോട്ട് നോക്കിയാൽ കായലാണ്. കായലിൻ്റെ തീരത്ത് ഒരു ചെറിയ റിസോർട്ട്, അതിനോട് ചേർന്ന് വന്നിട്ട് വള്ളവും പിന്നെ വള്ളമല്ല മറ്റേ ഇതുകൂടെ വള്ളവും കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട്, കയാക്കിംഗ് ബോട്ടുണ്ട്. ഇതാ ഈ കായലിങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുക. ഈ തീരത്ത് മനോഹരമായൊരു വീടൊക്കെ കാണാം. ഇതിന് ചുറ്റുമായിട്ട് അങ്ങനെ ഒരു വഴി പോകുന്നുണ്ടോ. അതിലൊക്കെ ഇറങ്ങി നടക്കാനുള്ള ഒരു സമയം കിട്ടുമായിരുന്നു, നമുക്ക് അങ്ങനെയും ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പള്ളി നോക്കിയേ, വെള്ളത്തിൻ്റെ നടുക്കായിട്ടൊരു പള്ളി കാണാം. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമുക്ക് സൂമിങ് പരിപാടിയില്ല, ഉള്ള വെച്ച് സൂം ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലോട്ടൊക്കെ വൈ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ കാണാം നമുക്ക്. അതുകൊണ്ട് അവിടെ ഒരു ബോട്ട് എടുക്കുന്ന സ്ഥലമാണ്. ബോട്ട് ഇതിലെ വരുമ്പോൾ ആളിറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സംവിധാനമൊക്കെ കാണാം. എന്തായാലും ഇതൊരു വലിയ നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ആ പള്ളിയാണ് നല്ല ഹൈലൈറ്റ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആ പള്ളി നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാം കുറച്ച് കേട്ടോ. നല്ല രസമുണ്ടോ പള്ളി കാണാനായിട്ടെ. ചുറ്റോടിയിട്ട് വെള്ളം, തെങ്ങുംതോപ്പ്, പിന്നെ ഒരു ആമ്പലൊക്കെ ഉണ്ട് കുറേ അങ്ങനെ. അപ്പം വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മളൊരു കുട വാങ്ങിച്ചായിരുന്നു. കുട മേടിക്കാൻ എനിക്ക് പൈസ തന്ന ആൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ജോബിയാണ് കേട്ടോ. ജോബി നമുക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോബി ഞാൻ കാലം കൂടെ മേടിച്ചില്ല, ഈ ഒരു കുടയാണ് മേടിച്ചത്. ഇതൊരു 400 രൂപ ആയിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജോബി അന്നേരം എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ആശുപത്രി പോകാനൊക്കെ ആയിട്ട് എടുത്ത കാരണം പൈസ എത്തിയില്ല. പിന്നെ ഞാൻ മേടിച്ചത് ഇപ്പോൾ ഇന്നാണ് മേടിച്ചത്. ഇങ്ങോട്ട് വരുന്ന വഴി മുണ്ടക്കയത്തുനിന്നേ. വലിയ കുഴപ്പമില്ല, 3 ഹോൾഡ് കുടയാണ്, അത്യാവശ്യം പിടിച്ച് നിൽക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. കുട കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ, ഒരുവിധം വലിപ്പമൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും വെള്ളമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതുണ്ടോ, നല്ല രസമല്ലേ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന കാണാനായിട്ട്. അങ്ങനെ മറ്റൊരു ചെറിയ പള്ളിയും കൂടെ കാണാം. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ വെളിയനാട് കവലയാണ്. ഇവിടെ ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ഒരു വെയിറ്റിംഗ് ഷെഡ്, ഒരു കുരിശുപള്ളി. ഈ പള്ളിയുടെ അപ്പുറത്തായിട്ട് വേറൊരു വലിയ പള്ളിയുണ്ട്. ഇതാ വരുന്നൊരു പ്രിയദർശിനി, ചങ്ങനാശ്ശേരിക്കാണേ. ഞാൻ രാവിലെ ഒരു 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. ഇപ്പോൾ മണി 12:30 കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തുടങ്ങി വന്നപ്പോഴത്തേക്ക്. ഇടയ്ക്ക് ഭയങ്കരമായ മഴയായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോഴൊക്കെ എവിടെയെങ്കിലും നിർത്തി വെക്കും. അങ്ങനെ വല്ല യാത്ര ചെയ്താണ് ഇവിടെ വന്നതേ. ഈ മഴയത്തുള്ള യാത്ര ഭയങ്കര കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് 11 മണി ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരാൻ പറ്റുമേ. അതിനുള്ള ദൂരമേ ഉള്ളൂ ഇവിടം വരെ വരാനായിട്ട്. അപ്പം ഇവിടെ വന്നപ്പം ഇനി മുന്നോട്ട് പോയിട്ടുള്ള കുറേ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടുവരാമേ. അപ്പോൾ നമുക്ക് ഈ വീതിയുള്ള റോഡെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ വഴിയുടെ വീതി കുറയുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ നടുക്കൂടെയുള്ള യാത്രയാണേ. വെള്ളത്തിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ ഈ റോഡ് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഭാഗത്തൊക്കെ ഉള്ളവരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ മീനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ കൃഷി, നെൽകൃഷി, താറാവ് വളർത്തൽ, കോഴി വളർത്തൽ, ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ മെയിൻ പരിപാടി. നമ്മളവിടെ ഏലമാണെങ്കിൽ ഇവിടെ വേറൊരു കൃഷി. ആ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കുന്നുണ്ടോ. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും 2 സൈഡിലും വെള്ളമാകുമേ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇവിടെ അടുത്ത് മറ്റേതോ ഒരു പള്ളിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വെള്ളം മാത്രമേ ഉള്ളൂ. സൈഡിൽ കൂടെ ഒക്കെ ഇവിടെയുള്ളവരെ സമ്മതിക്കണം കേട്ടോ. ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത്, ഈ വെള്ളം കയറി വരുമല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല മഴക്കാലത്തൊക്കെ ഈ വഴി ഇങ്ങനെ പോയിട്ട് തട്ടാശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് ചെല്ലുമെന്നാണ് പറഞ്ഞത്. പിള്ളേർ ഇവിടെ നിന്ന് മീൻപിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. അവർക്ക് മീൻ കിട്ടുന്നുണ്ടോ അറിയത്തില്ലല്ലോ. പിള്ളേരെ കണ്ടാൽ ചോദിക്കാറ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ളൊരു കാഴ്ച കിട്ടും. ഇവിടെയും 1 സൈഡേ ഉള്ളൂ കേട്ടോ വെള്ളം കിടക്കുന്നത്. ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. നമ്മളെ മുന്നേ ഒരു ബസ് പോയിട്ടുണ്ടേ, അതിനെ കവർ ചെയ്ത് കയറി പോകാൻ പറ്റുമോ നോക്കാം. എന്താ അല്ലേ, അടിപൊളി റോഡും ആലപ്പുഴ
കേരളത്തിൻ്റെ കാഴ്ചകളും. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടേ. ഇവിടെ നമുക്ക് കുറച്ച് നിർത്തണം, നിർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ടേ. വഴി സൈഡിലൊക്കെ കടകളും ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ചെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ഇത് വഴി സൈഡ് കുറേ കെട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാം അടച്ചിട്ടിരിക്കുവാണേ. നല്ല മരങ്ങളൊക്കെ നിൽക്കുന്നു നോക്കിയേ. ഇതിലിങ്ങനെ ബസ്സൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ച് പോലത്തെ സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് ശരിക്കുള്ളൊരു ഇത് കേട്ടോ. ഇതൊരു തരം പായലാട്ടോ. അത് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. എൻ്റെ പൊന്നോ, എന്നെ രസം ഇത് കാണാൻ നോക്കി. ഇത് ഞാൻ ഈ കാഴ്ച ഇച്ചിരി അടുപ്പിച്ചൊക്കെ കാണിക്കാതെ. വേനക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഇതുണ്ട്. ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. ബെഞ്ചിന് ഇരിക്കുന്ന കുഴപ്പമില്ല, മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. താഴോട്ട് എൻ്റെ പുറയിലായിട്ട് കായലാട്ടോ. കായലല്ല, കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുന്നതാണ്. ഇത് ഇവർ വറ്റിച്ചിട്ട് കൃഷി ഇറക്കും. പക്ഷേ ഇപ്പം മുഴുവനായിട്ടും വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന കാരണം ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ട് അവർ കൃഷിയും പരിപാടിയൊന്നും ഇല്ല. ഇനി 2 മാസം കഴിയണമെന്നാണ് ഞാൻ വഴിക്കുന്നൊരു ചേട്ടനെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവർ മോട്ടർ വെച്ച് അടിച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇവിടെയൊക്കെ കൃഷി ഇറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാവേ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ 4K എടുക്കേണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എഡിറ്റിംഗ് ഉപകരണം അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുന്നുണ്ട്. വലയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ടോ. മീനൊക്കെ വളർത്തുന്നതാണ്. സിലോപ്പിയ, നട്ടർ, കട്ടള, അങ്ങനെ കരിമീൻ, അങ്ങനെയുള്ള മീനൊക്കെ വളർത്തുന്നതാണ്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ വെള്ളം കൊണ്ടുള്ള പലതരം കൃഷികളാണല്ലോ. കുറേ ഏരിയ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ മീനായിട്ടില്ല, എടുക്കാനായിട്ടില്ല എന്നാണ് പറഞ്ഞവർ ചോദിച്ചപ്പോൾ. ഇവരൊന്നും ക്യാമറയിൽ വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നിർബന്ധിച്ച് അവരെ വരുത്തുന്നുമില്ല. കുറച്ച് വെയിലുള്ള സമയത്താണ് നമ്മളിതിലെ വരുന്നതും കൊണ്ടല്ലോ. പുഴയെ കൂടെ നല്ല തെളിഞ്ഞ്, അന്നേരം വെള്ളം ഉണ്ടാവണമെന്നില്ല. ഇപ്പം വെള്ളമുണ്ട് കേട്ടോ. 2 മാസം കഴിഞ്ഞ് അവർ വെള്ളം പറ്റിക്കുന്നു പറഞ്ഞിട്ടില്ലേ. എന്തായാലും ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ വന്നാൽ ഇതുപോലുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമേ. ഇവിടെ ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നു വയ്ക്കുന്ന സ്ഥലം സ്വതന്ത്രമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഈ ഒരു വഴിക്ക് അങ്ങോട്ട് പോയാലും നമുക്ക് കുറേ കാഴ്ചകളുണ്ട്. പക്ഷേ വടക്കൻ വെളിയനാടൊക്കെ പോകുന്നത് ആ ഒരു റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. നല്ല രസമുണ്ട്. 4 കൂടിയൊരു കവലയാണ്. ആ ഒരു വഴി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. നിർത്താൻ കട, ഓട്ടോ സ്റ്റാൻഡ്, 1-2 കടകൾ, പിന്നെ ആ വഴിക്ക് അങ്ങോട്ടും 2-3 കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് വഴി മാറിപ്പോയി. അപ്പുറത്താണ് ഇപ്പോൾ നേരെയും വലത്തോട്ട് ആദ്യം കാണിച്ച വഴിയില്ലേ, ആ വഴിക്കാണ് പോകണ്ട കേട്ടോ. ഈ സൈക്കിളുകാരൻ എന്നോട് പറഞ്ഞേ. സ്വതന്ത്രമുക്കെന്ന് നമ്മളെ ഇങ്ങോട്ട് നേരേക്ക് പോകുന്നു കേട്ടോ. ഈ വഴിക്കാണ് പോകേണ്ടത്. ഒരാൾ വഴി നിൽപ്പുണ്ടല്ലോ. അവകാശികൾ ആരുമില്ലേ. ഇതൊക്കെ നിൽക്കുന്ന മുട്ടൻ. ആ കെട്ടിയിട്ടിരിക്കുക കേട്ടോ. ദൂരെ നോക്കിയപ്പോൾ കയറ് കണ്ടില്ല. ഒരമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അതേ പായൽ കിടക്കുന്നുണ്ടോ. ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാ കളറാന്ന് നോക്കി അത് കിടക്കുന്നത്. കുറേ ടിപ്പറുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടേ ഉള്ളൊരു കാഴ്ചയാണ് നല്ലതായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഇടത് സൈഡിലാണ് വെള്ളം കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ആ കരയ്ക്ക് സ്കൂളുണ്ട് കേട്ടോ. കുറഞ്ഞ സ്ഥലമുള്ളൂ കരയൊക്കെ ആയിട്ട്. ഇവിടെ നമുക്ക് 1 സൈഡേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് മാറി. ഇല്ല, ഇതാ ഇവിടെ 2 സൈഡ് വരുന്നുണ്ടേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാഴ്ചകൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ മുതലാണേ. ഇത് ഇവിടെയും വെള്ളം അവിടെയും വെള്ളം. ഇവിടുന്ന് അങ്ങോട്ട് 4 മണിക്കാറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കണ്ടോ. 2 സൈഡിലും വെള്ളം. പക്ഷേ ഇരുട്ടാണേ. നല്ല ബാലൻസ് ചെയ്ത് അങ്ങ് പോകാം കേട്ടോ. ഇതുണ്ട് ആ പൂക്കൾ. നമ്മളാ ദൂരെ കണ്ട പൂക്കൾ ഇത്ര അടുത്ത എന്താണ് കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങത്തില്ല, അവിടെ വെള്ളമാണ്. ചവിട്ടിയ ദൂരം അറിയും. എങ്ങും എത്താതെ നിലയില്ലാത്ത കയോ. നല്ല രസമല്ലേ ഈ പൂക്കൾ കാണാൻ.
അവിടെ ഒരു വളവൊക്കെ ഉണ്ട്. വളവൊന്നും നമ്മളങ്ങനെ ഓടിച്ചെടുക്കുന്നില്ല. ഒരു കടയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഒട്ടും വെട്ടം കിട്ടുന്നില്ല. ആ കയ്യിലേക്ക് ചെറിയ ഐഫോണിലോട്ട് അങ്ങ് എടുത്താലോ എന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് എൻ്റെ കയ്യിൽ അഡീഷണൽ ഉള്ള ഒരു ഐഫോൺ ഇപ്പോൾ ഒരു ചെറിയ ഇതാണ് കേട്ടോ, SC എന്ന് പറഞ്ഞിട്ടൊരു മോഡലായിരിക്കുന്നത്. അതിനകത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ടോ, എങ്ങനെ നോക്കി ഈ ഒരു പച്ച പായൽ കിടക്കുന്നത് അതിസുന്ദരമായൊരു കാഴ്ച അല്ലേ. വെളിയനാട് കാഴ്ചകളാണ് കേട്ടോ. ഇതിലേക്ക് വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ മിസ് ചെയ്തേ. ഇത്രയും മഹത്തായ ഒരു കാഴ്ചയാണ് ഇതെല്ലാം. ഇതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാവേ. ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ബസ് വരുമൊക്കെ ആണെങ്കിൽ അവിടെ 2 വാഹനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടേ. റോഡ് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ വഴിക്ക് തന്നെയാണ് പോകണ്ട കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടേ. നമ്മൾ ആ പായലിനിടയ്ക്ക് കണ്ട പൂക്കളുണ്ട്, നല്ല രസമുണ്ട് ഈ പൂക്കൾ കാണാനായിട്ടേ. നല്ല രസമല്ലേ ഈ പച്ചക്കിടക്ക് വയലറ്റ് കളറായിട്ട്. അതിങ്ങനെ കേട്ടോ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഈ പച്ചപ്പുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി എന്നാൽ കുറച്ച് നേരം നമുക്കിങ്ങനെ ഐഫോണിലൊക്കെ എടുക്കാവേ. അതേ നടപടിയുള്ളൂ. കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ മറ്റേതിന് ക്യാമറയ്ക്ക് ഒരു വെളിച്ചമില്ലെങ്കിൽ ഒരു രസമില്ല. മുന്നോട്ട് തന്നെ ഒരു ഇരുട്ട് പോലെ, അവിടെ നിന്ന് വെളിച്ചം ഇങ്ങോട്ടാണ്. നമുക്ക് അവിടെ പോയി ഇങ്ങോട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ ഇതാകുമ്പോൾ പിന്നെ എത്ര ലോ ലൈറ്റിലും ഇത് വർക്ക് ചെയ്യും കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല കളറായിട്ടൊക്കെ കിട്ടുന്നില്ലേ. അപ്പോൾ ഇനി കാഴ്ചകളൊക്കെ കണ്ടോ എല്ലാം പോകാം കേട്ടോ. അവിടെ കണ്ടോ കുറച്ച് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് നോക്കി, ബസ് വരുന്നത് മാത്രം കിട്ടുന്നില്ല. ബസ് വരുമായിരുന്നു നല്ലതായിരുന്നേ ഇവിടെ കാണാനായിട്ട്. ഇത് നോക്കിയൊരു ഇതിട്ടിരിക്കുന്ന നോക്കി മാറ്റ് പോലത്തെ ഒരു സാധനമാണേ. അതിങ്ങനെ കിടക്കുക. ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി തന്നെ ശ്മശാന വഴിയിലേക്കുള്ളൊരു വഴിയാണ് ഇത്. അത് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇവിടെ വെള്ളം കിടക്കുക. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ശ്മശാനം അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, അതായിരിക്കും അങ്ങനെ പറഞ്ഞേക്കുന്നത്. നമ്മൾ തിരിച്ചായിരുന്നു പോകുന്നത്. നല്ല അടിപൊളി കാഴ്ച കിട്ടുമായിരുന്നു. വാഹനമൊക്കെ കിടക്കുന്ന നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ടേ. പക്ഷെ നമ്മൾ വന്നു നേരെ ഓപ്പോസിറ്റായി പോയി. അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നു. ഇവിടെ എപ്പോഴും ആൾക്കാർ കാണും കേട്ടോ. കുറേ പിള്ളേർ ബൈക്കൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. നോക്കി ഇവിടെ ഒരു തോണിയൊക്കെ കയറ്റിയിട്ടേക്കുന്നുണ്ടോ, നല്ല സ്ഥലമാണ് കാണാൻ. തോണി നല്ല കിടിലം കാഴ്ച അല്ലേ. ഇവിടുന്ന് തോണി സവാരി കാണുമല്ലേ, അതുകൊണ്ടായിരിക്കും ഈ തോണി ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തോടെയൊക്കെ കറങ്ങാമല്ലോ. മോട്ടർ വെച്ചിട്ടുള്ള തോണിയാണ് കേട്ടോ, തുഴയുന്നതല്ല. അവിടെ കണ്ടോ ഒരു തുരുത്തായിട്ടൊരു സ്ഥലം. ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ നമുക്കൊരു ബസ്സിൻ്റെ കാഴ്ച കിട്ടി കേട്ടോ. ബസ് പോന്ന് നോക്കി. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. ഇപ്പോൾ ഒരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ ഇപ്പം മുന്നോട്ട് അങ്ങനെ 2 സൈഡ് വെള്ളമാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പാലമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാലമൊക്കെ കടന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നേ. അപ്പോൾ ഉണ്ടോ ഇതുണ്ടോ, ഇതിലേക്കിൻ്റെ ഒരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു തോണിയൊക്കെ കിടപ്പുണ്ട്. വീടുകളിലോട്ടൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ആമ്പലുണ്ട് കേട്ടോ. പക്ഷേ ആമ്പലൊക്കെ കൂമ്പി നിൽക്കുവാണേ. രാവിലെ വിരിയുണ്ട്. ഒരു 9-10 മണി വരെയൊക്കെ നമുക്ക് വന്നാൽ അത് കാണാൻ പറ്റും. ഇല്ലാണ്ട് കാണാൻ പറ്റില്ല. ക്യാമറയിൽ ഇനി വീഡിയോ എടുക്കണം നമ്മൾ തിരിച്ചു പോകുമ്പോഴേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഇരുട്ടാണ് അങ്ങോട്ട്. നമ്മൾ അതിൻ്റെ എക്സ്പ്ലോർ കൂട്ടിയിട്ടിട്ടും ഒരു രക്ഷയില്ലേ. ഈ പാലത്തിൻ്റെ കൈവരി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ടെ നമ്മൾ കടന്നു വന്ന ആ ഭാഗത്തെ കാഴ്ചകൾ കാണാവേ. അതുകൊണ്ടോ അവിടം കൊണ്ടാണ് കൂടുതലായിട്ടും വെള്ളം ഇങ്ങനെ 2 സൈഡായിട്ട് കയറി കിടക്കുന്നത്. നേരത്തെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു. അതിലെ എങ്ങനെയാണ് നമ്മൾ വന്നത്. നേരെ നീളത്തിൽ നോക്കി അങ്ങോട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇച്ചിരി വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. 2 പേര് ബൈക്കേ വരുന്നുണ്ടോ അതിലെ അങ്ങനെ ഒരു വഴി സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ.
രണ്ട് സൈഡുള്ള വെള്ളത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു വൺ സൈഡേ ഉള്ളൂ തോന്നുന്നു. മെയിനായിട്ടുള്ള കാഴ്ച കിട്ടുന്ന സ്ഥലം അവിടെ ആയിരുന്നേ. ഈ ഒരു സമയത്തൊക്കെ വന്നാലേ 2 മാസം കഴിഞ്ഞാൽ അവർ പറഞ്ഞാലേ വെള്ളം കാണുകയില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ വന്നാലേ നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കിട്ടുള്ളൂ. ഇവിടെ ഒരു കവല വരുന്നുണ്ടോ? ഇവിടെ റോഡിങ്ങനെ അവിടുന്ന് അങ്ങോട്ട് വളഞ്ഞാ പോകുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്നൊരു സ്ഥലമല്ലേ വെളിയനാട്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളേ, നമുക്ക് നേരത്തെ വന്ന് പരിചയമൊന്നുമില്ല. ഈ ഒരു സൈഡ് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മളാ കണ്ട പച്ചപ്പായലും അതിൻ്റെ പൂക്കളും വെള്ളവും എല്ലാം കൂടി. ഒരു മീൻപിടുത്തം സൈക്കിളൊക്കെ ഇറക്കം തന്നെ പരിപാടി അല്ലേ. പിള്ളേരെ ഇന്ന് അവധിയാണോ? അല്ലല്ലോ. എനിക്ക് ആ പൂക്കൾ കണ്ടിട്ട് ആ പച്ചക്കകത്തെ അതുപോലെ കിടില സ്ഥലം. ഇവിടെ ഇടുക്കിയിലൊന്നും ഇങ്ങനത്തെ സ്ഥലമില്ലല്ലോ. എന്തോ ഈ വെളിയനാട് ഒരു സിനിമ നടന്നല്ലോ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് ഞാൻ എന്തായിരുന്നു പറയണേ. അല്ല, ഇടയ്ക്ക് അങ്ങനെ വരുവാണ്, ഓർത്ത് വരുവാണെങ്കിൽ ഞാനത് പേര് എഴുതിയിട്ടേക്കാവേ. നല്ല മനോഹരമായ വീടുകളും കാലാവസ്ഥ ഭയങ്കരമായിട്ട് ഇരുട്ടായി കേട്ടോ അല്ലേ. വരുന്ന വഴിക്കെല്ലാം ടിപ്പർ ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നതാണ്, എന്താണെന്ന് അറിയില്ല. ഈ നിൽക്കുന്നെല്ലാം മരുതാണ് കേട്ടോ. പൂക്കൾ അപൂർവമായിട്ട് അയിലയിലൊക്കെ ഉണ്ടേ. വഴിസൈഡ് ചേർന്നൊക്കെ നോക്കാമായിരുന്നു. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അപ്പുറത്തുള്ള അത്രയും വെള്ളം ഇവിടെ ഇല്ല കേട്ടോ. കുറച്ച് കുറവാണേ. അയ്യോ, ഇത് മുഴുക്ക ആമ്പല കേട്ടോ ഈ കിടക്കുന്നെല്ലാം. രാവിലെ വന്നായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഒരു ടിപ്പർ പറന്നടിച്ച് വരും നോക്കി. അവിടെ നല്ല വെടിയിലോട്ട് വന്നു. നമുക്ക് ഇവിടെ പോകാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഉണ്ട്. ഇപ്പോഴങ്ങനെ മറ്റൊരു ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ. പഴയക്കാട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. പക്ഷേ അവിടെ പാലം പണിയൊക്കെ നടക്കാമെന്ന് പറഞ്ഞ്. ഈ വഴിക്ക് പോയാൽ മങ്കൊമ്പ്, ഈ വഴിക്ക് പോയാൽ പുളിങ്കുന്ന്. നമുക്ക് മെയിൻ റോഡിലോട്ട് പോയാലോ, പുളിങ്കുന്ന് റോഡിലോട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ റോഡ് മങ്കൊമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാലോ. പുളിങ്കുന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് നമ്മൾ മെയിൻ റോഡിൽ പോയി ഇറങ്ങുന്ന വഴിയാണേ. മങ്കൊമ്പ് പോയാൽ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ അങ്ങോട്ട് കിട്ടുമെന്ന് നോക്കാം. ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മങ്കൊമ്പ് റൂട്ടിലോട്ട് പോകും. ഇവിടെ ഒരു വലിയൊരു അമ്പലമൊക്കെ ഉണ്ടേ. മീനൻ രോഹിണി മഹോത്സവം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ലേ. ഇത് കൊള്ളാം അല്ലേ. ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള വഴി നല്ല രസമില്ല കാണാൻ. മങ്കൊമ്പത്തിലേക്കുള്ള യാത്ര. നല്ല വളവൊക്കെയാണ്. കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതുണ്ടോ, നല്ല ഗ്രാമങ്ങളുടെ നടുക്കുള്ള ഒരു മനോഹരമായൊരു അമ്പലം. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ പുറത്തുനിന്ന് നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച കണ്ടിട്ട് പോകാതെ. ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ കണ്ടോ മീൻ കൃഷിയാണേ. വലയൊക്കെ കെട്ടി അങ്ങനെ ഇട്ടിരിക്കുന്നു നോക്കി. ഇവിടെ വേറെ സൈസ് പായൽ, പൂക്കളുള്ളതല്ല. പിന്നെ ഇത് ഇവിടെ ഒരു തോണി കിടക്കുന്നതാണ്. അതെ, ഇവർ മീൻ പിടിക്കുന്നവർ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ. ഈ അപ്പുറത്തെ വീട്ടുകാരുടെ ആയിരിക്കും ചിലപ്പോൾ ഇത്. ഉണ്ടാകുന്ന പോലെ എനിക്ക് 5 ഏക്കർ കായലുണ്ടെന്ന് പറഞ്ഞ പോലെ. നമ്മളവിടെ പറയും നമുക്ക് 5 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയും. ഇവർ പറയും 5 ഏക്കർ കായലുണ്ടെന്ന്. കായലും കൃഷി. അതിനകത്തുണ്ടോ മീനൊക്കെ പിടിക്കുന്ന ചെരുവൊക്കെ ഇരിപ്പുണ്ടേ. നല്ല രസമുണ്ട് ഈ തോണി, നല്ല നീല കളറായിട്ടൊക്കെ കാണാൻ. ഈ ഒരു ജംഗ്ഷനിൽ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വണ്ടി നിർത്തി വെച്ചിരിക്കുന്നത്. അമ്പലം അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഭാഗത്തേക്കുണ്ട്. ഇവിടെ നല്ല പച്ചപ്പായിട്ടുള്ള കുറേ കാഴ്ചകൾ കിട്ടുന്നുണ്ട്.
കൊള്ളാലേ സ്ഥലം. അങ്ങനെ ഒരു ബസ് വന്നു കേട്ടോ. ചങ്ങനാശ്ശേരി അല്ല, കാവാലം അങ്ങോട്ട് പോകുന്ന ബസ്സാണ്. ബസ് പോകുന്ന കണ്ടോ. കുറച്ചാൾക്കാർ പോയി, കുറച്ചാൾക്കാർ അവിടെ നിൽക്കുക. അങ്ങനെ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരു കടയുണ്ട് കേട്ടോ. ഇതുണ്ട്, നല്ല രസമുണ്ട് ഈ കടയും കാണാൻ. നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് ബസ്സൊന്നും കിട്ടിയില്ല കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ബസ്. ഈ ബസ് പോകുന്ന ചതുർത്ഥ്യാകാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണേ. അങ്ങനെയുണ്ടോ സ്ഥലപ്പേര്? ഇവിടെ മറ്റൊരു അമ്പലം കൂടെ, അതും കാണാൻ നല്ല രസമുള്ളൊരു അമ്പലമാണ്. നമ്മുടെ മുന്നിൽ പോയ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ ഇറങ്ങിയപ്പോണ്ടേ. ഈ ഒരു ജംഗ്ഷനിൽ നല്ല കുരിശുപള്ളിയൊക്കെ ഉണ്ടേ. ഇവിടെ കുറച്ച് തോണിയൊക്കെ കിടന്നു കേട്ടോ. അതിലെ അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടേ. ഈ വഴിക്ക് കുറേ തോണികളൊക്കെ ഉണ്ടേ. ഇതിലൊന്ന് ശകലം മുന്നോട്ട് പോയി നോക്കാം അല്ലേ. ഇതൊരു നല്ല രസമുള്ള സ്ഥലമാണല്ലോ. പക്ഷേ നമ്മുടെ ഈ മതിലിനകത്തെ അവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ. അത് കേട്ടോ, നല്ല രസമുള്ളൊരു പഴയ കെട്ടിടം നോക്കി. ഇത് റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ആളോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. അങ്ങോട്ട് കയറുന്ന നല്ലൊരു പടിപ്പുരയൊക്കെ ഉണ്ട്. അവരുടെ ഒരു ഭാഗമാണ് ഇത് മൊത്തം തോന്നുന്നു കേട്ടോ. ഇവിടെ കണ്ടോ, ഈ തോട്ടിൽ കൂടെ കിടക്കുന്ന തോണികളൊക്കെ നോക്കി, എന്നാ രസമാണ്. അതിലേ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷ എന്തൊക്കെ ലോഡൊക്കെ എടുത്ത് പോവാല്ലേ. ഒരു സ്കൂട്ടറുകാരൻ. ആ കലുകിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു തോണിയുണ്ടോ. ഈ ഒരു ചെറുവഴിയുണ്ട്, ഇവിടെ ചെളി പിടിച്ച വഴിയേ. ഈ വഴിക്കൊന്ന് പോയി നോക്കാവേ. അപ്പുറത്ത് അവരുടെ ആ ഒരു മേഖല കൊണ്ടുള്ള റോഡായിരുന്നു കേട്ടോ. ഇതിലുള്ള കാഴ്ചകളുണ്ട്. ഇതൊരു പഴയ വീട് നോക്കി. ഈ മാവുന്തോട്ടത്തിനുള്ളിൽ കുറേ ഉണങ്ങിയ മരങ്ങളും തടിയൊക്കെ കൊണ്ടിട്ടാ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു കാഴ്ച ഇപ്പം ഈ ഇച്ചിരി കൂടെ ദൂരത്തോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ കൂടെ ഭംഗിയുണ്ടല്ലേ കാണാൻ. നിറച്ച് ചെളിവെള്ളം. ഈ തോണിയൊക്കെ കിടക്കുന്ന കാഴ്ച ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നേ. പിന്നെ ഈ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് മുന്നോട്ട്. ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരുപാട് വീടുകളൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് റിസോർട്ട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ ഈ വഴിക്ക് പോയാൽ നല്ലൊരു പള്ളി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. ഇതൊരു മൊബൈൽ കടയുടെ ഇതായിരുന്നേ. നോക്കിയൊരു പഴയ വീട് നോക്കി. എനിക്ക് പഴയ വീട് കാണുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എന്താണെന്നറിയില്ല. അതുപോലെ ഈ പള്ളി ഇതെല്ലാം മുന്നോട്ട് പോയാൽ നമുക്ക് ആ പോയ പള്ളി ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ഫിലിം സിറ്റി എന്നോ ഫിലിം പള്ളി എന്നൊക്കെ അതിന് പറയുന്നത്, പുളിങ്കുന്ന് പള്ളി. അപ്പോൾ അവിടെ ചെറിയ ബോർഡ് ഞാൻ കണ്ടായിരുന്നു. നോക്കിയൊരു ഒരു വള്ളം ഒറ്റ കിടക്കുന്നത് ചുവന്ന പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ അത് രണ്ട് വീടാണ് കേട്ടോ. ഇതൊരു വീട്, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു വീട് വേറെ. അപ്പോൾ നമ്മളാദ്യം മേടിച്ച റിസോർട്ടൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വീടാണെന്ന് കേട്ടോ. ഇത് ആരുടെ വീടാണ് എന്താണെന്ന് എനിക്കില്ല. പുളിങ്കുന്ന് ജംഗ്ഷനാണേ. കുറച്ചപ്പുറത്തെ ആ പുളിങ്കുന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തും അപ്പുറത്ത് പിന്നെ മങ്കൊമ്പ്, ചതുർത്ഥ്യാരുതി എന്നാ നമ്മളാ ബസ്സിലൊരു ബോർഡ് കണ്ടേ, ആ ഒരു സ്ഥലമൊക്കെ. എന്നാൽ നമുക്ക് ആ പള്ളി കാണാം കേട്ടോ. അങ്ങോട്ട് പോയിട്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ വിടാൻ പറ്റൂല. കുറേ പേരുള്ള പള്ളിയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ പള്ളിയുടെ പേര് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഈ പോകുന്നവരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. തെങ്ങുകയറ്റവും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണോ അതോ തടിപ്പണിക്കാരോ? ഈ വഴിക്ക് പിന്നെയും ഉണ്ട് കേട്ടോ. മംഗലപ്പള്ളിന്നോ അങ്ങനെ എങ്ങാണ്ടാണ് ഇവരുടെ വീട്ടുപേരെ. അപ്പോൾ ഈ പാലത്തെ കയറിയുന്ന ഈ ഒരു വീടും കൂടെ കാണാതെ ഇപ്പോൾ 2-3 വീട്. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ വീട് കണ്ടു നമ്മൾ, ഒരു വലിയ വീട് കണ്ട്. ഓക്കെ, ആ വീടിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട്. ഒക്കെ 50, 60, 70 വർഷം പഴക്കമുള്ള വീടാണെന്ന് പറഞ്ഞത്. കിടിലം വീടല്ലേ. ഈയിടയ്ക്ക് എങ്ങാണ്ട് പുതുക്കി പെയിൻ്റൊക്കെ അടിച്ചതാണേ. അതുപോലെ ഇവിടുന്ന് വെള്ളം അവരുടെ ആ ഒരു ഗേറ്റൊക്കെ കണ്ടോ, അങ്ങോട്ടുള്ള വഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം അവരുടെ അതിലെ അങ്ങോട്ട് വരുന്ന വഴിയും ഈ കിടക്കുന്ന തോണിയൊക്കെ ഉണ്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു പറയും കേട്ടോ. കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ അവർക്ക് സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ ഉണ്ടേ. ഇവിടെ ഉള്ളവർക്കെല്ലാം ബോട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിനടുത്തായതുകൊണ്ട് ഇവിടെ ഒരു വഞ്ചി കിടക്കുന്നു, അല്ലെങ്കിൽ തോണി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. ഈ ഒരു പാലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും ഈ ആ കരക്കോട്ടിരിക്കുന്ന എല്ലാ വീടുകളും കാണാൻ നല്ല രസമാണ്. ഇതുകൊണ്ട് അവർക്കൊക്കെ അവിടെ പോകാനായിട്ട് ബോട്ട് കൊണ്ടുവരുന്നൊരു ഭാവം അതൊക്കെ. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയൊക്കെ ഉണ്ടോ, സൈക്കിൾ സവാരി.
അപ്പോൾ നമുക്ക് പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോയി നോക്കാം കേട്ടോ. ഇതാണേ പള്ളി. നമ്മൾ അവിടുന്ന് ആ വഴിക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഈ പള്ളിയുടെ 4 സൈഡും ഒരേ മുഖമാണെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു പള്ളി. കുട്ടനാടൻ കായൽ. കായലിൽ നമുക്ക് ഉല്ലാസയാത്ര കാണത്താം കേട്ടോ. ഇതാ ബോട്ട് സർവീസൊക്കെ ഉണ്ടേ. പക്ഷെ ഇപ്പോഴൊന്നും ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പള്ളിയെ ഏതാണ്ട് 1500 സംതിങ് വർഷങ്ങളിലൊക്കെ നിർമ്മിച്ചതെന്നാണ് വിക്കിപീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കിട്ടാൻ നമ്മുടെ ക്യാമറ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഫോണിൽ പറ്റില്ല കേട്ടോ. എന്നാലേ ഒരു ഫുൾ കവറേജ് ഇതിൽ കിട്ടുന്നുള്ളേ. അകത്ത് കയറി വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പറ്റുമെന്ന് നോക്കാം. ബോട്ട് സർവീസൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് കാഴ്ചകൾ കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സൺലൈറ്റ് കിട്ടുന്നുണ്ടേ. പള്ളിയുടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നുകൂടെ കണ്ടു കളയാം. ലൈറ്റ് ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിലൊന്ന് കയറി നോക്കാമല്ലേ. കുരിശടി അപ്പുറത്ത് ഒരു പള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടേ. പള്ളിയുടെ പഴയ കാലത്തുള്ള നിർമ്മിതിയൊക്കെ നോക്കി അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. ഇത് കൂടുതലും കാണാൻ വരുന്ന എൻജിനീയർമാരൊക്കെയാണ് ഈ പള്ളിയുടെ നിർമ്മിതിയൊക്കെ കണ്ട്. അങ്ങനെയാണ് എന്നോട് അപ്പുറത്തുള്ള ചേട്ടൻ പറഞ്ഞത്. അവിടെ ഉള്ളത് ചാപ്പലാണേ. നല്ല കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്. നമുക്ക് പള്ളിയുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. ഫോട്ടോ ഒന്നും അകത്ത് കയറി എടുക്കാൻ പറ്റില്ല. പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ മാത്രം കയറുക എന്ന് എഴുതിയേക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഈ പള്ളിയെ പറ്റി കൂടുതൽ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ്. ആദ്യമായിട്ട് കണ്ടൊരു ആണ് ഈ പുളിങ്കുന്നിലെ പള്ളി കേട്ടോ. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടില്ലായേ. പുളിങ്കുന്നിലെ ഇടവഴി സ്ഥലങ്ങളിലൂടെ ഇതെല്ലാം പള്ളിയുടേതായ സംഭവങ്ങൾ തന്നെ കേട്ടോ. പഴയ കെട്ടിടങ്ങളെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ചാപ്പലും പള്ളിയും കുറേ ഉണ്ട് കേട്ടോ. പഴയ കെട്ടിടങ്ങൾ വീടായിരിക്കാം. ഇവിടെ ഒരു ജംഗ്ഷനിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ. പുളിങ്കുന്ന് സിറ്റി. അവിടെ ഒരു ബോട്ട് കയറ്റിയുണ്ട്. ബോട്ടൊക്കെ ഒരു കണക്ക് കാണാൻ നല്ലതായിരുന്നു. നമ്മൾ വന്നത് ആ വഴിയിൽ നിന്നാണ്. ഒരു വലത്ത് സൈഡിൽ സ്കൂളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പള്ളിയും കൂടെ കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് പള്ളികളുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് തന്നെ പള്ളിയുടെ ഇതിലൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു അല്ലേ. ആ പാലത്തെ കൂടെ കയറി വേണം പോകാനായിട്ട്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രി കേട്ടോ, പുളിങ്കുന്ന്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി ഇതാ ഇവിടെ ഒരു പള്ളിയും കൂടെ ഉണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറി ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ദൂരോട്ടൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പുളിങ്കുന്നിലെ കാഴ്ചകൾ, ഇത്ര മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളല്ലേ ഇതിന് മുമ്പ് തന്നെ ഇവിടെ വന്നേനെ. തോണിയാത്ര കാണാം. അവിടെ ഒരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തിന് മുകളിൽ കൂടെ കയറി അക്കരയ്ക്ക് പോകാം അല്ലേ.
ഒഴുകി നടക്കുന്ന പായലുകൾ കണ്ടോ. അത് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ടേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴി ഉണ്ടോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇതുണ്ടോ. ഇപ്പോൾ കാറൊക്കെ വരുന്നതിന് സൗണ്ട് പോലും. ഇപ്പോൾ വന്നാൽ അതെനിക്ക് തട്ടിയാൻ. ഞാൻ ഇവിടെ നിൽക്കുവാണേ എന്നിട്ട് പോലും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കണ്ടോ. അതൊരു ലബോറട്ടറിയൊക്കെയാണേ. പിന്നെ അതുപോലെ തന്നെ ഈ തൊട്ട് ഈ കാണുന്ന ഇവിടുത്തെ ഒരു ആശുപത്രിയാണ്, വെളിയനാട് ആശുപത്രി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്താണ് എഴുതിയേക്കുന്നത് കേട്ടോ. പുളിങ്കുന്നിലാണ് സംഭവം ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പാലത്തെ കൂടെ കയറി വേണം അക്കരയിലോട്ട് പോകാനായിട്ട്. മഴയത്തൊക്കെ വന്ന് അടിഞ്ഞേക്കുന്നുണ്ടോ. ഇതേറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി. ഇത് വേറെ പള്ളിയാണ് കേട്ടോ. ഇവിടെയുള്ള കായൽപ്പുറം വിശുദ്ധ യേശുപിതാവിൻ്റെ ദേവാലയം എന്ന് പറഞ്ഞ് ഇവിടെ വേറെ എഴുതിയിട്ടുണ്ട്. അതായിരിക്കും ഈ കാണുന്നത് അല്ലേ. ഇതിലെ ഭാരവാഹനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് വേണം കയറി അങ്ങോട്ട് പോകാനായിട്ട്. പഴയ പാലങ്ങളാണ് ഇതൊക്കെ. ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളിലേക്കൊക്കെ പോകുന്ന വഴി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ആയിട്ട് അങ്ങ് ദൂരെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. നോക്കി അവിടെ ഒരു വീട്. പിന്നെ ഈ പാലം ഒരു ഭയങ്കര ഹൈലൈറ്റാട്ടോ. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അല്ലേ. ആരും അതിൽ ഇപ്പോൾ യാത്രക്കാരില്ല. ഈ പാലത്തെ നിന്ന് അങ്ങോട്ട് നോക്കാൻ കണ്ടോ. ഒരുപാട് കാഴ്ചകൾ അപ്പുറത്തോട്ടെല്ലാം കാണാവേ. നമ്മളപ്പുറത്ത് പോയ ആ ഒരു വലിയ പള്ളിയൊക്കെ കണ്ടോ. എക്സസൈസ് വണ്ടി ഇങ്ങനെ കയറി വന്നു കേട്ടോ. ഞാനാണ് മുകളിലാണ് നടുക്കുവന്ന് നിൽക്കുമായിരുന്നേ. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും ഉണ്ടല്ലോ നല്ല കിടിലം കാഴ്ച കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു വഴിയൊക്കെ കിടക്കുന്ന നോക്കി. അതുപോലെ ഇവിടെ ഒരു ബോട്ട് കെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്നും ബോട്ടൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ബോട്ടൊക്കെ കടന്നു പോകാനുള്ളൊരു ഏരിയയൊക്കെ ഉണ്ട് ഇവിടെ. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ബോട്ട് പോകുമല്ലേ. ആ സെൻറ്ററിൽ കൂടെ പോകുമായിരിക്കും. നല്ലൊരു സിനിമാറ്റിക് ലുക്കൊക്കെ കിട്ടുന്നൊരു സ്ഥലം ഇത്. നോക്കി ഒരു ബോട്ട് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട് കേട്ടോ. നമുക്കധികം ഇങ്ങോട്ടൊന്ന് വരുന്നോ നോക്കാവേ. കുറച്ച് വെയിറ്റ് ചെയ്യാം. പഴയ വീടുകൾ ഈ വഴിക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഉല്ലാസനൗകയായിട്ട് പോകുന്ന ബോട്ടാണേ. അതിങ്ങനെ ക്ലിഞ്ചിയാണ് വരുന്നത്. വലിയ സ്പീഡൊന്നുമില്ല. നോക്കി ബോട്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും ഇവിടെ വരികയല്ല കേട്ടോ. കാരണം അതിലിരിക്കുന്ന യാത്രക്കാർക്ക് മെല്ലെ പോകുന്ന ഇഷ്ടമായി. സമയം കൂടുതലെടുക്കാൻ വേണ്ടി ഓടിക്കുന്നവന് പെട്ടെന്ന് ഇതൊന്ന് ഓടിച്ച് തീർത്താൽ മതി എന്നേ ഉള്ളൂ. അടുത്ത ട്രിപ്പ് എടുക്കാമല്ലോ. ആ പള്ളിയുടെ അവിടെ നിന്ന് തുടങ്ങിയതല്ലേ. ബോട്ട പാലത്തിനടിയിൽ കൂടെ വരുന്ന മുകളിൽ കൂടെ ഓട്ടോറിക്ഷ പോന്നു. പാലത്തിനടിയിൽ കൂടെ ബോട്ട് പാസ് ചെയ്ത് വരുന്നുണ്ടോ. അപ്പം മറ്റേ യാത്രാ ബോട്ടും കിടക്കും കേട്ടോ. അതിന് കുറേ കൂടെ പൊക്കമുണ്ട്. ഇതുണ്ട് നല്ല രസമല്ലേ. ഒരു സൈഡിൽ നല്ല പച്ചപ്പുള്ള കായലും പിന്നെ ഒരു സൈഡിൽ മതിലൊക്കെ. ഇതിലെ കൂടെ പോയിട്ട് നമുക്ക് അപ്പുറത്തെ ആ മെയിൻ റോഡിലോട്ട് കയറാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മളീ പോകുന്ന വഴിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇടത് സൈഡിലൊക്കെ കുറേ പഴയ കെട്ടിടങ്ങളാണ്, പഴയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് കുറേ കായൽ, നടുക്കൂടെ ഈ റോഡ്. ആ വീടുകളുടെ അപ്പുറത്തെ സൈഡ് വീണ്ടും വെള്ളം. ഇവിടെയൊക്കെ നോക്കിയേ, ഒരു സൈഡിൽ വെള്ളം, ഒരു സൈഡിൽ കര, നടുക്ക് റോഡ്, അതിൻ്റെ അപ്പുറം വെള്ളം. ഒരു പ്രത്യേക സ്ഥലം തന്നെ കേട്ടോ ഈ ആലപ്പുഴ ജില്ല. അടുത്തൊരു പിക്കപ്പ് കയറി വരുന്നുണ്ട്. ഇതൊരു സ്കൂളാണ്, മേരിമാത. അതിനോട് ചേർന്നൊരു ചാപ്പലുമുണ്ട്. നല്ല കിടിലൻ സ്ഥലം. പക്ഷെ ഇവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേരെ നോക്കണം കേട്ടോ. ഒരു സൈഡിൽ വെള്ളമല്ലേ. അങ്ങനെ വൈസൈഡ് കണ്ടിട്ട് കടയിൽ കയറി കേട്ടോ. ഇപ്പോൾ AC റോഡ് വന്നു. ഒരു കട്ടൻ ചായ നല്ല ചൂട് പറക്കണം. അതിൻ്റെ കൂടെ ഒരു ചെറുകടിയും കൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഉള്ളി കൂടെ. ഈ കടയിൽ ഇരുന്നാൽ പുറത്തോട്ടുള്ള കായൽ കാഴ്ചകളൊക്കെ കാണാമോ. കട ഞാൻ പുറത്തോട്ടാണോ കാണിക്കാതെ. ഇപ്പോൾ നമ്മൾ രാമങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ കേട്ടോ ചായയൊക്കെ കുടിച്ചേ. രാമങ്കരി ഇതല്ല കാഴ്ചകൾ. നമുക്ക് ഇതിൻ്റെ ഒരു കാഴ്ച മുന്നോട്ട് എടുക്കണം. പക്ഷേ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ ആ കാഴ്ചകൾ എടുക്കുന്നില്ല. ഇതായിരുന്നു നമ്മൾ ചായ കുടിച്ചൊരു കട. വൈസൈഡിലുള്ള കായലിലേക്ക് നോക്കി ഇന്ന് ചായ കുടിക്കാവുന്ന ചായപ്പീടിക കേട്ടോ. കുഴപ്പമില്ലാത്തൊരു കടയായിരുന്നു. ഇനിയിപ്പം ഈ റോഡെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡാണ്. പുതുക്കി പണിതിട്ടൊക്കെ നിൽക്കുന്ന വഴിയാണ്.
അപ്പോൾ ഈ റോട്ടിലാണ് നമ്മൾ ഇനി കുറേ കാഴ്ചകൾ എടുക്കാനൊക്കെ ആയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ആലപ്പുഴ കാഴ്ചകളൊക്കെ കുറേ ഗ്രാമക്കാഴ്ചകളുണ്ട്. അതിപ്പോൾ ഈ വെള്ളമൊക്കെ ഉള്ള സമയത്ത് വന്ന് നമുക്ക് സമയം പോലെയൊക്കെ വന്നിട്ട് എടുക്കാം. 2 വീഡിയോ 3 വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇറങ്ങി വരുന്നത്. പക്ഷേ മിക്കവാറും ഒരു വീഡിയോ ഒക്കെ തന്നെ ആയി പോവുകയാണ്. ഇപ്പോൾ 3:30 തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരു പ്ലാനുണ്ട്. സാധിക്കുമില്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.